രാത്രിയിൽ ഈ ഹ്യൂസ്റ്റണിൽ വന്ന് വീണ്ടും കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി. To our president, thank you so very much for your kind invitation to be with you again. എന്നെ ക്ഷണിച്ച പ്രിയ മാത്യു പാസ്റ്റർക്ക് നന്ദി അർപ്പിക്കുന്നു. And to the members of the board, God bless you, each and every one of you. God bless you as you continue this great work that you're doing here in Houston and around the world. ഈ ബോർഡ് മെമ്പേഴ്സിനെയും എല്ലാ ദൈവദാസന്മാരെയും ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ശക്തമായി പല സ്ഥലങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രേരണപ്പെടുന്ന ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. It's great to be in this wonderful facility as well, and so we want to give honor to our host pastor, Pastor Chaco, this evening. ഈ മനോഹരമായ സഭയിൽ ഈ ബിൽഡിംഗിൽ കടന്നു വന്ന പ്രിയ ചാക്കോ പാസ്റ്ററോടും ചർച്ചിനോടും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. I'm so excited about the service here this evening. ഇന്ന് രാത്രി നടക്കുന്ന ശുശ്രൂഷയിലായിരിക്കുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു അനുഭവമാണ്. Because it is really my heart. ഇത് എന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന ഒരു ആഗ്രഹമാണ് ഇത് നടക്കുന്നത്. I've chosen for a scripture text Matthew 28 verses 16 through 20. ഇന്ന് രാത്രിയിലെ നമ്മുടെ മെഡിറ്റേഷനായിട്ട് 22-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. And I'll have Pastor Viju read that for us, please. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ തക്കോളം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷയാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. Amen. Amen. The title of our message this evening ഇന്ന് രാത്രിയിലെ പ്രസംഗത്തിന്റെ തലക്കെട്ട് is the word sent. അയക്കുക എന്ന വാക്കാണ് ദൈവത്തിന്റെ സ്തോത്രം. And it is taken from this passage that we've read here tonight. അതെടുത്തിരിക്കുന്നത് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ ഭാഗത്തിൽ നിന്നാണ്. Which is one of the most pivotal passages in all of Scripture. ഈ വേദപുസ്തകത്തിലെ തിരുവെഴുത്തുകളിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും അതിപ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വാക്കാണ് ഈ ഭാഗം. To us as the Great Commission. കർത്താവ് യേശുക്രിസ്തുവിന്റെ Great Commission എന്നാണ് ഇതിനെ നമ്മൾ അറിയപ്പെടുന്നത്. And these here are no idle words. ഇതൊന്നും ആമേൻ വെറുതെയുള്ള വാക്കുകളല്ല. They are our Lord's very clear directive to the church. സഭയോടുള്ള കർത്താവിന്റെ വളരെ ആജ്ഞയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. The command to go and make disciples of all nations. ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവാൻ യേശു നമ്മളോട് കൽപ്പിച്ചു. And although there is no mention of the term Great Commission in the Scriptures, ആമേൻ, Great Commission എന്ന വാക്ക് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും the text that we've read is commonly known to the Christian church as the Great Commission. എന്നാൽ ക്രിസ്തീയ സമൂഹത്തിൽ ഇത് അറിയപ്പെടുന്നത്, ഈ ഭാഗം അറിയപ്പെടുന്നത് ക്രിസ്തുവിന്റെ മഹാനിയോഗം എന്നുള്ളതാണ്. We often refer to it as the marching orders of the church. സഭയുടെ മാർച്ചിംഗ് ഓർഡർ, മുമ്പോട്ട് പോകുന്ന ഓർഡറാണ് ഇവിടെ കാണുന്നത്. We say of it that it is the mandate of the church. ദൈവസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പന, മാൻഡേറ്റ് ആണിത്. It is the mission of the church. സഭയുടെ ദൗത്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. Call it whatever you will. നിങ്ങൾക്ക് എങ്ങനെ വേണേ ഇതിനെ വിളിക്കാം. The Great Commission must not be ignored. ആമേൻ. എന്നാൽ ഈ മഹാനിയോഗം ഒരിക്കലും നമ്മൾ തിരസ്കരിക്കരുത്, മറന്നു പോകരുത്. For it is not the great suggestion. ആമേൻ. ഇതിന് ഒരു സജഷൻ അല്ല. It is not the great option. ഇതൊരു ഓപ്ഷൻ അല്ല. It is not something that Jesus puts to us to either decide on or have a discussion about. ഇതിനെക്കുറിച്ച് തീരുമാനിക്കുവാനോ സംസാരിക്കുവാനോ ഡിസ്കഷനോ ചെയ്യുവാനോ ഒരു സബ്ജക്റ്റ് അല്ല. Thus it's not the great choice. എന്നാൽ ഇതിന് ഒരു വലിയ ചോയ്സും അല്ല. Nor is it the great debate. ഇതൊരു വലിയ വാക്തർക്കത്തിനുള്ള കാര്യമല്ല. This is not something we must fuss or even fight about. ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാനും സംസാരിക്കുവാനും തർക്കിക്കുവാനും ഉള്ള സംഗതിയല്ല. The Great Commission makes for great preaching. ആമേൻ. ഗ്രേറ്റ് കമ്മീഷനെ കുറിച്ച് വലിയ പ്രസംഗങ്ങൾ നടത്താം. The Great Commission
Education makes for great teaching. അവൻ വലിയ പഠനങ്ങൾ ഇതിനെക്കുറിച്ച് നടത്താം. You can publish books, series of books on the Great Commission. ഇതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതുവാൻ നമുക്ക് കഴിയും. But make no mistake about it today. എന്നാൽ ഇന്ന് രാത്രിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. Great Commission must be practiced. ആമേൻ. ഇത് നമ്മൾ പ്രാവർത്തികമായി നടത്തേണ്ട കാര്യമാണ്. Hudson Taylor has said ഒരിക്കൽ ഹഡ്സൺ ടൈലർ ഇങ്ങനെ പറഞ്ഞു, that the Great Commission is not an option to be considered. ആമേൻ. ഈ മഹാനിയോഗം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. It is a command to be obeyed. ആമേൻ. ഇത് നമ്മൾ അനുസരിക്കേണ്ട ഒരു മഹാകൽപ്പനയാണ്. And when you consider the words in these verses here, ഈ വായിച്ചിരുന്ന വാക്യങ്ങൾ നമ്മൾ you നോക്കുമ്പോൾ come to the realization that the Great Commission ഈ മഹാനിയോഗത്തെ കുറിച്ച് നമുക്കൊരു തീരുമാനങ്ങളുണ്ടാകാം. is first of all a call to go to the nations. ഇതിന്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് രാജ്യങ്ങളിലേക്ക് പോകുവാനുള്ള ഒരു വിളിയാണ്. And it's a call to bring in the nations. ഈ രാജ്യങ്ങളെ മുഴുവൻ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു വിളിയാണ് ഇവിടെ കാണുന്നത്. It's a call to train them up or disciple the nations. അവരെ പഠിപ്പിക്കുവാനും അവരെ ശിക്ഷരാക്കിക്കൊള്ളുവാനുമുള്ള ഒരു വലിയ വിളി നമ്മൾ കാണുന്നുണ്ട്. And it's a call to send to the nations. ലോകത്തിലേക്ക് ദൈവത്തിന്റെ ജനത്തെ അയക്കുവാനുള്ള ഒരു വിളി നമ്മൾ ഇവിടെ കാണുന്നു. This is the 3-point outline of our message today. ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന 3 പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇതാണ്. First, we must bring them in. ആമേൻ. ആദ്യം നമ്മൾ അവരെ അകത്തേക്ക് കൊണ്ടുവരണം. And that is a call to evangelism or to evangelize the lost and the unreached. നഷ്ടപ്പെട്ടു പോയതിനെ, തിരസ്കരിക്കപ്പെട്ട് കിടക്കുന്നതിനെ ആമേൻ സുവിശേഷിച്ചിട്ട് അകത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു വിളി. Matthew 28:18-20. ആമേൻ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങൾ is a reminder that the church exists to fulfill the Great Commission. ദൈവസഭ ഇന്ന് ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്നത് ഇത് നിവർത്തിക്കുവാൻ വേണ്ടിയാണ്. May I remind you today that the church has no other business on earth. ഇന്ന് രാത്രിയിൽ നിങ്ങളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവസഭയ്ക്കുള്ള മുഖ്യ ബിസിനസ് എന്ന് പറയുന്നത് ഇതാണ്. But the master's business. ഇതാണ് നമ്മുടെ യജമാനന്റെ വ്യാപാരം എന്ന് And പറയുന്നത്. his business is to win the lost people. ആമേൻ. അവന്റെ വ്യാപാരം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. And to make disciples for അവരെ Christ. ശിഷ്യരാക്കി ക്രിസ്തുവിന് വേണ്ടി ശിഷ്യന്മാരാക്കുക. And so I submit to you today ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ that the സമർപ്പിക്കുന്നത് church is not in the financial business. ആമേൻ. ദൈവസഭ എന്ന് പറയുന്ന സാമ്പത്തിക വ്യാപാരം നടത്തുന്ന സ്ഥലമല്ല. The church is not in the entertainment business. ദൈവസഭ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ചെയ്യുന്ന ഒരു The സ്ഥലമല്ല. church is not in show business. ആമേൻ. ദൈവസഭ ഒരു കാഴ്ച വസ്തുവായിട്ടുള്ള ഒരു സ്ഥലമല്ല. The church is about his business. ആമേൻ. സഭ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വ്യാപാര സ്ഥലമാണ്. It's about time that we stop all the self promotion in the church. ആമേൻ. സെൽഫ് പ്രൊമോഷൻ ഒക്കെ നിർത്തേണ്ട ഒരു സഭയിൽ വന്നിരിക്കുന്നു. It's about time that we stop boasting about ourselves in the നമ്മെ church. കുറിച്ച് അധികമായി സംസാരിക്കുന്ന നിർത്തേണ്ട ഒരു It's സമയമായിരിക്കുകയാണ്. about time that we put our focus on Jesus Christ as the center of it all. അതെല്ലാം മാറ്റി വെച്ചിട്ട് കേന്ദ്ര ബിന്ദുവായിരിക്കുന്ന ക്രിസ്തുവിൽ നമ്മളെ ശ്രദ്ധിക്കണം. Jesus up, hallelujah. നമ്മൾ ഒരുമിച്ച് യേശുവിനെ ഉയർത്തുന്ന For he സമയമായിരിക്കുന്നു. said, if I be lifted up, ആമേൻ. യേശുവിനെ ഉയർത്തിയാലോ നമ്മെ then I will സഹായിക്കും. draw all men unto myself. അവനെ ഉയർത്തിയാലോ സകല ലോകത്തെയും It's അവന്റെ about ആകർഷിക്കുന്ന time യേശു that we വരുന്നു. preach Jesus Christ. യേശുവിനെ പ്രസംഗിക്കേണ്ട It's സമയം about time അതിക്രമിച്ചിരിക്കുന്നു. that we return to preaching the cross. അവൻ കുരിശിനെ പ്രസംഗിക്കുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു. Power in the blood, hallelujah. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയെക്കുറിച്ച് പ്രസംഗിക്കണം. I love the fact that we're Pentecostal. എനിക്ക് നല്ല ഇഷ്ടമാണ് നമ്മളെല്ലാം I love the fact that we have the Holy Spirit. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. May I remind you here this എന്നാൽ ഒരു evening കാര്യം ഇന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കാം. that the Holy Spirit did not come for our enjoyment. നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയല്ല The പരിശുദ്ധാത്മാവ്. Holy Spirit came for our employment. അവൻ നമ്മെ തൊഴിലുള്ളവരാക്കി തീർക്കാനാണോ നമുക്ക് ജോലിയാണ് And പരിശുദ്ധാത്മാവ് we വന്നത്. ought to be employed in the mission field of the world today. കർത്താവിന്റെ മിഷൻ ഫീൽഡിൽ ജോലി ചെയ്യുവാൻ നമ്മളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ് വന്നത്. This is the glorious purpose for which he came. ആമേൻ. കർത്താവ് വന്ന ഏറ്റവും വലിയ മഹത്തായ ദൗത്യം
mission of our Lord Jesus അതാണ് Christ. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ദൗത്യം. His mission must be our number one priority. നമ്മുടെ ഏറ്റവും മുഖ്യ പ്രാധാന്യത അർപ്പിക്കുന്നത് ഈ സുവിശേഷീകരണമാണ്. I love the worship. I love the worship singing and the gospel singing. പാടുന്നതും ആരാധിക്കുന്നതും ഒക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. I love the preaching. I grew up watching preachers. പ്രസംഗം ഇഷ്ടമാണ്. പ്രസംഗം കണ്ടുകൊണ്ട് വളർന്നയാളാണ് ഞാൻ. I love the church's charitable work and its benevolent work. നമ്മൾ വളരെ സമയം ചാരിറ്റിയൊക്കെ ചെയ്യുന്നതും ഒക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. But the mission of the church is to go into the world and make disciples of all men. എന്നാൽ ദൈവസഭയുടെ ദൗത്യം എന്ന് പറയുന്നത് ലോകത്തിലെമ്പാടും പോയി പ്രസംഗിച്ച് സുവിശേഷം പ്രസംഗിച്ച് അവരെ ശിഷ്യരാക്കുകയാണ്. And this mission is non-negotiable. ഇത് ഒരിക്കലും നമുക്ക് negotiable ചെയ്യാൻ സാധ്യമല്ല. It is His mission. ഇത് കർത്താവിന്റെ ദൗത്യമാണ്. We must find the lost. നമ്മൾ നഷ്ടപ്പെട്ടവരെ കണ്ടെടുക്കണം. We must find the least. അവൻ ഏറ്റവും തള്ളപ്പെട്ടവരെ നമ്മൾ കണ്ടെടുക്കണം. We must find, hallelujah, those that are left. അവൻ എല്ലാവരും ത്യജിക്കപ്പെട്ടവരെ നമ്മൾ പോയി തിരഞ്ഞ് കണ്ടുപിടിക്കണം. We must find the last, those that are on church today, and evangelize them. അവൻ ആർക്കും വേണ്ടാതെ കിടക്കുന്നവരെ കണ്ടുപിടിച്ച് അവരെ സുവിശേഷീകരിക്കേണ്ടതാണ് നമ്മുടെ ദൗത്യം. Our call has always been His call. നമ്മുടെ വിളി എന്ന് പറയുന്നത് എപ്പോഴും കർത്താവിന്റെ വിളിയാണ്. And that is the task to evangelize the world. ഈ ലോകത്തെ സുവിശേഷീകരിക്കുക എന്നുള്ളൊരു കടമയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. And may I remind you this evening ഇന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത് that this call has not been recalled. അവൻ ഈ വിളി ഇതുവരെ അവൻ പൂർണ്ണമായി ചെയ്യപ്പെട്ടിട്ടില്ല. The Lord has not dismissed this call. ഇത് ഒരു കർത്താവ് ഇതുവരെ ഡിസ്മിസ് ആക്കിയിട്ടില്ല. The Lord does not put this call in the back burner. അവൻ ഈ കർത്താവ് പുറകിലേക്ക് ഈ വിളി But it's the തള്ളിക്കളഞ്ഞിട്ടില്ല. number one priority of the church. ഈ ദൈവസഭയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം ഈ സുവിശേഷീകരണമാണ്. I have no problem with philosophy. അവൻ ഫിലോസഫിയെ കുറിച്ചൊന്നും എനിക്ക് വലിയ I പ്രശ്നമില്ല. have no problem with preaching how to get along with your mother-in-law or your in-laws. നിങ്ങളുടെ മകനോട് എങ്ങനെ സംസാരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രസംഗമൊക്കെ കേൾക്കുന്നതിനും But എനിക്ക് that is പ്രയാസമില്ല. not the church's business അതൊന്നും today. അല്ല സഭയുടെ വ്യാപാരം എന്ന് പറയുന്നത്. And it's about time that we return to preaching Jesus Christ. Hallelujah. യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. And our messages must be about evangelism. ആമേൻ. നമ്മുടെ സുവിശേഷ പ്രസംഗം എന്ന് പറയുന്നത് എങ്ങനെ മനുഷ്യനെ സുവിശേഷത്തിലേക്ക് നടത്താമെന്നുള്ളതാണ്. So many Pentecostal churches have abandoned the altar. ഈ പഴയ പെന്തക്കോസ്ത് സഭകളും ഇങ്ങനെയുള്ള ദൗത്യത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ. The altar call has now become something of the past. ആമേൻ. മുമ്പിലേക്ക് ജനത്തെ വിളിച്ച് യേശുവിനെ സ്വീകരിക്കാൻ പറയുന്നത് പഴയ ഒരു പരിപാടിയായി മാറി. Excuses, we don't want to embarrass anybody. എന്നിട്ട് പറയും ആൾക്കാരെ ലജ്ജിപ്പിക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യം We നാണപ്പെടുത്തി don't want to give the altar call anymore. It has become offensive to some. ആമേൻ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഓർഡർ കൊടുക്കാറില്ല. But I'm here to tell you, hallelujah, that the Lord is calling us back to evangelizing the lost. ഇന്ന് രാത്രി നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുകയാണ് വീണ്ടും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ. And you don't evangelize the lost by staying in the beautiful sanctuary. ദൈവസഭയ്ക്ക് ഈ നല്ല കെട്ടിടങ്ങളുടെ അകത്തിരുന്നു കൊണ്ടല്ല നഷ്ടപ്പെട്ടവരെ നമ്മൾ സുവിശേഷീകരിക്കുന്നത്. We do it by going. നമ്മൾ പോയി പുറത്തു പോയാണ് ഇത് ചെയ്യേണ്ടത്. His command is to go and make disciples. യേശുവിന്റെ കൽപ്പന എന്ന് പറയുന്നത് പോവുക, പോയി ശിഷ്യരെ The ഉണ്ടാക്കുക. first word of verse number 19 is the word go, therefore. 19ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത് പുറപ്പെട്ട് പോകുക. And you notice that it is appropriate that in order to spell gospel, you have to go. G-O-S-P-E-L. സുവിശേഷം ഇംഗ്ലീഷിൽ പറയുമ്പോൾ gospel go, പോകുക എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ അത് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. It is to go. Hallelujah. ആമേൻ. പോകുക. Know therefore this evening ഇന്ന് രാത്രി ദൈവമക്കളെ, that Jesus did not tell us, let the world come to the church. ആമേൻ. യേശു പറഞ്ഞില്ല ലോകം
director, Dr. David Ramirez. ഡേവിഡ് ഡിമാരസ് പറയുന്ന കഥാദാസൻ, And I quote him tonight. He says, too many churches have replaced their windows with mirrors. ആമേൻ. അങ്ങനെ താൻ ഇങ്ങനെ പറഞ്ഞു, അനേക സഭകൾ ദൈവസഭയുടെ ആലയത്തിന്റെ ജനലുകളെ കണ്ണാടികളാക്കി മാറ്റിയിരിക്കുന്നു. Meaning to say, instead of looking outward towards the world, ലോകത്തിലേക്ക് നോക്കുന്നതിന് പകരമായി we have become inwardly focused. നമ്മൾ അകത്ത് മാത്രം നമ്മൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുക. Our general overseer of the Church of God, Dr. Gary Lewis, has said, we ought to be a going church for a coming Christ. Shame on you if we preach the coming of Christ, but we do not get busy at evangelizing the world. We only look up because of redemption draweth nigh. We must be burdened for the lost. It must drive us to our knees. Amen. Our prayer meetings has become a laundry list about our families and our own people, so inwardly focused. And one of our prayer themes is let's pray for our missionaries. And it becomes a line or two, Lord, bless the missionaries and help the missionaries. But it takes a burden, my friend, to go beyond the prayers that we pray. Jesus says, as you go, let us make disciples. Let the churches that belong to this fellowship, let these churches be known for churches that evangelize the lost. Jesus says, as you go, make disciples. Disciple making ought to be in the DNA of the Pentecostal church. We ought to be known for our discipleship making. Jesus says, as you go, make disciples. There are millions who have not heard the gospel message. And verse 18 of the Great Commission demands that we make this the saving message to the nation. We make disciples by going. This call to go reminds us that the mission of the church cannot be accomplished. It cannot be accomplished by stealing sheep, by swapping saints, and by membership transfer. God is not just interested in filling the pews. He's interested in people being saved. God wants the dead, those that are dead in their trespasses and in their sins, to be resurrected to new life in God. God wants the lost sinners to be born again.
ചിന്തിക്കുക. When was the last time, amen, അവസാനമായി ഇത് എപ്പോഴാണ് we've seen souls born in the church? അവൻ അവസാനമായി എപ്പോഴാണ് ദൈവസഭയിൽ വീണ്ടും We see sinners run to the altar and repent of their sins. അവൻ പാപികൾ അവൻ ദൈവസഭയിലെ ഓട്ടത്തിലേക്ക് ഓടി വന്നവർ പാപമേറ്റുകൊണ്ട് രക്ഷിക്കപ്പെടുന്നത്. May I remind you that the altars of the church is like a maternity ward today. അവൻ ഇന്ന് രാത്രി ഓർപ്പിക്കുന്നത് നമ്മുടെ ദൈവസഭയിലെ വേദികളൊക്കെ വീട്ടിൽ നിന്ന് പ്രാപിക്കുന്ന മെറ്റർനിറ്റി വാർഡ് പോലെയായി The altars of the church, hallelujah, is where souls turn to Jesus Christ and where the new birth takes place. ദൈവസഭയുടെ വേദികളൊക്കെ വീട്ടിൽ നിന്ന് പ്രാപിച്ച് ക്രിസ്തുവിന്റെ രാജ്യത്തിൽ പുതിയ ശിശുക്കൾ പിറക്കുന്ന സ്ഥലമായി മാറുവാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. And we need to hear, what must I do to be saved? അവൻ നിങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെടുന്നതാണ്. Time you hear somebody after your sermon preach, what must I do to be saved? അവസാനമായി നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് അങ്ങനെ ഒരാൾ നിങ്ങളിലേക്ക് വന്ന് ചോദിച്ചത് എപ്പോഴായിരുന്നു? I've been in those gospel meetings, my friends, അവൻ അങ്ങനെയുള്ള ഗോസ്പൽ മീറ്റിംഗുകളിൽ ഞാൻ where ആയിരിക്കുന്നുണ്ട്. sinners run from the back of the church, drunk, but the time they got to the altar, they sober up and they receive Jesus Christ. അവരെ പുറകിൽ നിന്ന് മുമ്പോട്ട് ഓടി വന്ന് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചതുകൊണ്ട് കരഞ്ഞുകൊണ്ട് യേശുവിനെ പ്രവർത്തിക്കാൻ കണ്ടിട്ടുണ്ട്. This is the Pentecost that we have lost. അവൻ ഇങ്ങനെയുള്ള പെന്തിക്കോസ്ത് അനുഭവമാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. That have not seen lost people come to Christ is a lost Pentecost. പെന്തിക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടവർ മടങ്ങി വരുന്നതാണ്. അങ്ങനെയില്ലാത്ത പെന്തിക്കോസ്ത് അനുഭവമല്ല. All we can do is preach great sermons. വലിയ വലിയ പ്രസംഗങ്ങൾ മാത്രം പ്രസംഗിക്കാനേ നമുക്ക് കഴിയുന്നുള്ളൂ എങ്കിൽ And speak eloquently from behind the sacred desk. അവൻ വളരെ മനോഹരമായി പ്രസംഗങ്ങൾ മാത്രം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുള്ളൂവെങ്കിൽ And look for handshakes and compliments of our peers. അവൻ നമ്മുടെ ആൾക്കാരെ കൈയൊക്കെ തന്ന് നമ്മളോട് വളരെ അഭിനന്ദനങ്ങളൊക്കെ പറയുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ And the accolades of the world. അവൻ നല്ല വാക്കുകൾ ഈ ലോകത്തിന്റെ വാക്കുകൾ May I remind you that the best compliment, hallelujah, ഈ ലോകത്തിലെ ഏറ്റവും നല്ല കോംപ്ലിമെന്റ് അഭിമാനം എന്ന് പറയുന്നത് is to see sinners saved. പാപികൾ മുമ്പിൽ വന്ന് മാനസാന്തരപ്പെടുന്നതാണ് ഈ ലോകത്തിന് ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ അഭിനന്ദനം. Ministering servants of Jesus Christ tonight. അവൻ ഇന്ന് രാത്രി അവൻ ദൈവദാസനായി ശുശ്രൂഷിക്കുകയാണ്. The one thing that brings a smile to angels' faces, hallelujah, അവൻ ദൂതന്മാരുടെ മുഖത്ത് അവൻ ചിരി കൊണ്ടുവരുന്ന ഒരു കാര്യമേ ഉള്ളൂ. is when souls come to the Lord. ദൈവസന്നിധിയിലേക്ക് മാനസാന്തരപ്പെട്ട് അവൻ ജനം കടന്നു വരുമ്പോഴാണ് അവൻ ദൂതന്മാർ സന്തോഷിക്കുന്നത്. We must be a going church tonight. നമ്മുടെ സഭകളെല്ലാം പോകുന്ന സഭകളാകണം. And we must find the lost and the unreached, my friend. അവൻ ആർക്കും വേണ്ടാതെ കിടക്കുന്നവരെ നഷ്ടപ്പെട്ട് കിടക്കുന്നവരെ നമ്മൾ കണ്ടെടുക്കണം. In Luke chapter 14 verse 23 we read this parable. അവൻ ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നു. ദൈവത്തിന്റെ വാക്യം. Banquet that was organized. വലിയൊരു വിരുന്നുശാല And ഒരുക്കിയിട്ട് when the invitations were sent out, അവിടെ ആൾക്കാരെ ക്ഷണിക്കുവാൻ അവരെ പറഞ്ഞയച്ചു. and many people were lackadaisical by responding to the invitation. ഈ അവൻ ഇൻവിറ്റേഷൻ കൊടുത്തപ്പോൾ അനേകർ സ്വീകരിച്ചു. And the Lord of the harvest says, go out to the highways and the hedges and compel them to come. യജമാനൻ ദാസന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പെരുവഴികളിലും വേലിക്കെങ്കിലും പോയി അവരോട് കടന്നു വരുവാൻ പറയണം, അവരെ നിർബന്ധിക്കണം. The response was very sporadic. ഇത് വളരെ സ്പോറാഡിക്കായിട്ടുള്ള ഒരു കരുതാണ്. And the Lord of the harvest was saying, there is still room. അവൻ യജമാനൻ പറയുന്നു, ഇനിയും റൂമുകളുടെ സ്ഥലമുണ്ട്, അവരെ കൊണ്ടുവരിക. The Lord of the harvest was saying, there is room at the cross for some. അവൻ ഇവിടെ ഇപ്പോൾ ഇനിയും സ്ഥലങ്ങൾ തുറന്നു കിടപ്പുണ്ട്, അവരെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരൂ. Though millions have come, there still is room. അവൻ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ കടന്നു വന്നാലും പിന്നെയും ഉള്ള സ്ഥലം ബാക്കിയുണ്ട്. I'm here to declare to the church, ഇന്ന് രാത്രി ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയാൻ lost people matter to God. അവൻ ദൈവത്തിന് നഷ്ടപ്പെട്ട ജനം ആവശ്യമാണെന്നതിനെ കുറിച്ച് ദൈവത്തിന്റെ ഹൃദയം വേദനിക്കുന്നു. And if lost people matter to God,
പറയുകയാണ്, You show me your budget and I'll tell you if lost people matter to you. നിങ്ങളുടെ സഭയുടെ ബഡ്ജറ്റ് എങ്ങനെ കാണിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ട ജനത്തെക്കുറിച്ച് I ഭാരം say ഉണ്ടോ to the ഇല്ലയോ church എന്ന്. today, you show me the calendar of events that you've made up for the year 2026 and I'll tell you whether or not souls matter to you. 2026 നിങ്ങൾ ആമേനോട് ഉണ്ടാക്കിയിരിക്കുന്ന കലണ്ടറിനെ ഒന്ന് കാണിക്കുക, അപ്പോൾ ഞാൻ പറയാം നിങ്ങളുടെ സഭയ്ക്ക് നഷ്ടപ്പെട്ട ആത്മാക്കളെ കുറിച്ച് ഭാരമുണ്ടോ ഇല്ലയോ. Show me your records and I'll tell you if lost people matter to you. നിങ്ങളുടെ റെക്കോർഡുകളെ ഒന്ന് കാണിക്കുക, അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളുടെ സഭയ്ക്ക് നഷ്ടപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് ഭാരമുണ്ടോ ഇല്ലയോ എന്ന്. Recently, I read a statistic that said something like this. ഞാനൊരു കണക്ക് വിവരം ഈ ദിവസങ്ങളിൽ It വായിപ്പാനിടയായി. says the church spends more money attending conferences to talk about missions than they actually invest in the mission field. ദൈവസഭ ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്നത് കോൺഫറൻസുകളിൽ പോയി ഈ മിഷനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിയാണ് എന്നാണ് ഞാൻ അറിയുന്നത്. My brother Bishop Ron, who is the overseer in Ontario, Canada, ഒന്റാറിയോ കാനഡയിലെ ഓവർസിയർ കഥാദാസൻ ഇങ്ങനെ പറഞ്ഞു, pastors the Abundant Life Church of God. അബണ്ടൻസ് ലൈഫ് ചർച്ച് ഓഫ് ഗോഡ് പാസ്റ്റർ. I was overseeing in New York. ഞാൻ ന്യൂയോർക്കിലായിരുന്നു ആ I സമയത്ത്. called him up and I said, Ron, how's the church? How are things going? ഞാൻ തന്നെ വിളിച്ചു ചോദിച്ചു, എങ്ങനെയുണ്ട് സഭയിലെ പ്രവർത്തനങ്ങൾ, സഭകൾ എങ്ങനെ പോകുന്നു? Things are going well, Andrew. ആൻഡ്രൂ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. And I asked, how are the finances? ഞാൻ ചോദിച്ചു നിന്റെ സാമ്പത്തിക നില എങ്ങനെയുണ്ട്? And he said, it's going good. We're paying our bills and we have a surplus from time to time. താൻ പറഞ്ഞു സാമ്പത്തിക നില കുഴപ്പമില്ല, ഞങ്ങളുടെ ബില്ലുകളൊക്കെ അടച്ചതിന് ശേഷം പണം മീതിയായിട്ടുണ്ട്. And the overseer, Andrew, said to the pastor Ron, ആ പാസ്റ്റർ റോണിനോട് ഇങ്ങനെ പറഞ്ഞു, you need to save a little bit for hard times. ആമേൻ, നിന്റെ ദുർഘട സമയത്തിലേക്ക് അല്പം നീ മാറ്റി വെക്കണം. The phone was dead for a few seconds. ആ കുറച്ചു നേരം നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നു. And my brother responded. അതിനുശേഷം എന്റെ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, And he posed this question, save it for what? ആമേൻ, ഇങ്ങനെ ഞാൻ ചോദിച്ചു, സൂക്ഷിച്ചു വെക്കുന്നത് എന്തിനു വേണ്ടി? He said, I'll give it all away to the poor and the needy, and I'll invest it in the lost. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ കയ്യിലുള്ളതെല്ലാം ആവശ്യമുള്ളവർക്ക് നഷ്ടപ്പെട്ടവരെ നേടുവാൻ വേണ്ടി ഞാൻ ചിലവഴിക്കും. Time and time again, Pastor, when you go to his church, that baptismal pool is on. The cover is lifted, and they're baptizing people. ദൈവദാസനെ നീ പോകുമ്പോൾ നീ കാണാൻ സാധിക്കും, ആമേൻ, ബാപ്റ്റിസം ടാങ്ക് തുറന്ന് ആമേൻ ദൈവദാസന്മാർ സ്നാനപ്പെടുത്തുന്നത് കാണാം. When was the last time we used the baptismal pool? ഈ സ്നാനത്തൊട്ടി ലാസ്റ്റ് ആയിട്ട് എപ്പോഴാണ് ഉപയോഗിച്ചത്? When was the last time we had students in the new converts class? ആമേൻ, പുതുതായിട്ട് രൂപാന്തരം പ്രാപിച്ചു വന്ന ക്ലാസ്സുകളിൽ അവസാനമായി ഉണ്ടായിരുന്ന കുട്ടികൾ ആരൊക്കെയാണ്? അല്ലെങ്കിൽ പുതിയ ആൾക്കാരാണ്? We must never lose our passion for souls. ആമേൻ, നഷ്ടപ്പെട്ട ആത്മാക്കളെ നേടുവാനുള്ള ഭാരം നഷ്ടപ്പെടുത്തി കളയരുത്. If all we do is meet here at the scheduled time, ആമേൻ, നമ്മൾ ഷെഡ്യൂൾ ആയിട്ടുള്ള സമയത്ത് കൂടുന്നതിനെ കുറിച്ച് എപ്പോഴും നിർബന്ധമുള്ളവരായിട്ടിരിക്കുന്നതിനാൽ we fail to evangelize the lost, നമ്മൾ ആമേൻ നഷ്ടപ്പെട്ടവരെ സുവിശേഷീകരിക്കാൻ പരാജയപ്പെട്ടു പോയാൽ then we may as well call Remax. Remax, you know the real estate agent, the Remax, the real estate agent company, and put it up for sale. അതൊക്കെ ശേഷം നമുക്ക് പിന്നെ വിൽക്കാനേ കൊള്ളത്തുള്ളൂ. Because God is not interested in our beautiful buildings. ദൈവത്തിന് നമ്മുടെ മനോഹരമായ കെട്ടിടങ്ങളിലൊന്നും താല്പര്യമില്ല. We must witness, we must see souls saved, my friends. ആമേൻ, നമ്മൾ നഷ്ടപ്പെട്ടവരെ നേടുന്നവരായി തീരണം സുഹൃത്തുക്കളെ. So we must go. നമ്മൾ പോകണം. Number 2, we must train them up. നമ്മൾ അവരെ പരിശീലിപ്പിക്കണം. This is discipleship. ഇതാണ് ശിഷ്യത്വം എന്ന് പറയുന്നത്. The singular imperative of the Great Commission ദൈവസഭയുടെ ഏറ്റവും വലിയ കൽപ്പനയാണിത്. is to make disciples for Christ. പോയി ക്രിസ്തുയേശുവിന് വേണ്ടി ശിഷ്യന്മാരെ ഉളവാക്കുക. A disciple is a follower of Christ. ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് കർത്താവിനെ
പിന്തുണയ്ക്കുന്ന He വ്യക്തിയാണ്. follows the rabbi, the teacher who will instruct him and he will learn from him. ഒരു ശിഷ്യൻ എന്ന് പറയുന്നത് ഒരു ഗുരുവിനെ പിൻഗമിക്കുന്ന വ്യക്തിയാണ്. So Jesus bids us to go and make disciples of all. യേശു നമ്മളെ നിർബന്ധിക്കുന്നത് പോയി ശിഷ്യന്മാരെ ഉളവാക്കുവാൻ വേണ്ടിയാണ്. This is the assignment of the church. ദൈവസഭയുടെ അസൈൻമെന്റ് പറയുന്നത് ഇതാണ് ദൈവമക്കളെ. We call lost people to repent of their sins. നഷ്ടപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് വിളിക്കുക. Run to the cross and trust the Lord Jesus Christ. യേശുവിന്റെ ക്രൂശിലേക്ക് ഓടുക, അവനെ ആശ്രയിക്കുക. But this is just the call. Every disciple ought to make disciples. എല്ലാ ശിഷ്യന്മാരും പിന്നീട് ശിഷ്യന്മാരെ We ഉണ്ടാക്കുക. ought to be faithful disciples who make disciples. നമ്മൾ വിശ്വസ്തരായ ശിഷ്യന്മാരായിട്ട് മറ്റുള്ളവരെ ശിഷ്യത്തിലേക്ക് നടത്തുന്നവരായി തീരണം. It's like the message Pastor Roy was instructing us. ഇതാണ് കർത്താവദാസൻ പാസ്റ്റർ റോയും നമ്മളോട് സംസാരിക്കുന്നത്. It is deep followership of Jesus. യേശുവിനെ പിൻഗമിക്കുന്ന അവസ്ഥ. It is eating, amen. It is now feasting on the meat. അവൻ ഇത് വലിയ സദ്യയിൽ കഴിക്കുന്ന അനുഭവം. In a real sense, becoming a disciple. അവൻ ശിഷ്യനാകുന്ന അവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ As we turn and we repent from our sins and trust the Lord Jesus Christ. അവൻ കർത്താവിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് പൂർണ്ണമായി കർത്താവിനെ ആശ്രയിക്കുക. In a real sense, it's a threefold process. ഇത് മൂന്ന് തരത്തിലുള്ള ഒരു സംഭവമാണ് ഇത് നടക്കുന്നത്. Bring the lost to Jesus in faith and repentance. നഷ്ടപ്പെട്ടവരെ കർത്താവിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് മാനസാന്തര അനുഭവം ഉണ്ടാക്കുക. Bring the new convert into the church through the baptism by water. അവൻ പുതിയ വരുന്ന ആൾക്കാരെ സ്നാനപ്പെടുത്തി അവരെ ശിഷ്യരാക്കുക. But then we bring them to maturity in Christ അതിനുശേഷം ക്രിസ്തുവിൽ അവരെ വിവേകമുള്ളവരെ through the faithful teaching of the gospel. ദൈവത്തിന്റെ വചനം പഠിപ്പിച്ച് അവരെ മെച്ചൂറാക്കി തീർക്കുക. The conversion process doesn't end with baptism. അവൻ ബാപ്റ്റിസം സ്നാനമെടുക്കുന്നതോടെ ഈ മാനസാന്തരത്തിന്റെ അനുഭവം തീർന്നു It is പോകുന്നില്ല. just the beginning of a lifelong process. ഒരു ജീവിതം മുഴുവൻ നടക്കേണ്ട ഒരു പ്രക്രിയയുടെ തുടക്കം മാത്രമാണ് സ്നാനത്തിൽ നടക്കുന്നത്. That consists primarily of one essential act. ഒരു പ്രത്യേക സംഭവം അതിൽ അടങ്ങിയിരിക്കുന്നു. Verse number 20 of the Great Commission. ഈ മഹാനിയോഗത്തിന്റെ 20-ാം വാക്യം, Teaching them to observe all things I have commanded. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കുവാൻ അവരെ പഠിപ്പിക്കുക. You see, man-centered worship services, ആമേൻ. മനുഷ്യരെ ആരാധിക്കുന്ന ഒരു ആരാധന നമ്മൾ കാണുന്നുണ്ട്. therapeutic teaching emphases, ആമേൻ. തെറാപ്യൂട്ടിക് ആയിട്ട് മനസ്സിന് സുഖം വരുന്ന കാര്യങ്ങൾ സംസാരിക്കുക. pragmatic ministry philosophies, വലിയ വിസ്മയകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്ന മിനിസ്ട്രികൾ may consistently draw crowds, ഇത് ജനത്തെ കൂട്ടിവരുത്തുവാൻ വേണ്ടി നടത്തുന്ന ഈ കാര്യങ്ങൾ but they do not make disciples. അതൊന്നും കർത്താവിന്റെ ശിഷ്യന്മാരെ A ഉണ്ടാകുന്നില്ല. disciple making requires faithful biblical teaching. ദൈവസഭയിൽ ശിഷ്യന്മാരുണ്ടാകണമെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തമായ പഠിപ്പിലുണ്ടാകണം. And just not selective teaching. സെലക്റ്റീവായിട്ടുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുകയല്ല. Jesus says you are to teach them to observe all things whatsoever. ഞാൻ I നിങ്ങളോട് commanded you. കൽപ്പിച്ച ഒക്കെയും പ്രമാണിപ്പിക്കണം. Can I tell you, brethren, എന്റെ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് കാര്യം പറയാം. you and I do not have editorial authority നമുക്ക് മനുഷ്യനെ മാറ്റുവാനുള്ള ഒരു എഡിറ്റോറിയൽ അതോറിറ്റി നമുക്ക് അധികാരം നമുക്കില്ല. over the Holy Scriptures. ദൈവത്തിന്റെ വചനത്തിന്റെ മുകളിൽ നമുക്ക് ഒരു അധികാരമില്ല. We don't take away from it. നമ്മൾ ഇതിൽ നിന്ന് എടുത്തു മാറ്റുന്നില്ല. We don't add to it. നമ്മൾ Amen. ഇതിനോട് ചേർക്കുവാനും കൂട്ടിച്ചേർക്കുവാനും നമുക്ക് അധികാരമില്ല. Just preach the word ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. and he will draw all men unto him. അപ്പോൾ അവൻ സകലരെയും അവനിലേക്ക് ആകർഷിക്കും. Preach the word. Hallelujah. ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. Teach the truth. അവൻ സത്യം പഠിപ്പിക്കുക. The whole truth. അവൻ മുഴുവനായിട്ടുള്ള സത്യം And പഠിപ്പിക്കുക. nothing but the truth. Amen. ദൈവത്തിന്റെ സത്യം മാത്രം പഠിപ്പിക്കുക. Preach it, teach it, publish it. Hallelujah. പ്രസംഗിക്കുക,
afternoon. He was laboring in it. They may not like you, hallelujah. But this is not a popularity contest. Amen. This here is serious business. Pastor, they talk about evangelism as warfare. You don't go into the enemy's camp and expect that you're going to come out without any scars. You've got to be prepared. Hallelujah. If I die, let me die. Amen. But God help me tonight. We take up our cross, hallelujah, and we follow Him. Recently, something really got to me, pastors. First month of the year, every weekend I was attending funerals. Heard of one of my overseers that died in Florida. I left Toronto and I went to Florida for his funeral. Following week, I had 3 funerals right there in Cleveland. Next week, I drove all the way to Illinois. Our general overseer lost his mom suddenly. Following week, I drove to Valdosta, Georgia. A former field director for Asia had died. The next week, that weekend, I went home and I got a phone call. One of our pastors that I pastored in New York, he told his family that Bishop Bittner promised that I would do his funeral. He died in Rochester, New York. While I'm talking to the family member, I'm looking up on my app to book a flight to Buffalo. I flew into Buffalo and I drove from there to Rochester. There were snowbanks this high. And I went to that funeral. And then it dawned on me. These great men and women of God. These people who follow Jesus. I listened to tributes of these men. And I realized that these great men are going home to their eternal reward. And I asked myself this question. What would they say of me when it's my turn? Can they say these beautiful things? Can they say he was faithful like they talk about these men? Pastors, before I go on that, have we become too comfortable? And we take ease in Zion. No Sunday night services anymore. No Sunday evening services. Our prayer meetings last for an hour. There's no knocking on doors anymore. Hospital visits, they send the associate pastor. Some pastors don't even do the funerals anymore. We're taking ease in Zion. While there's a world out there. They're not concerned about us. That's not their responsibility. We ought to be concerned for them. We ought to be concerned for them.
ഹല്ലേലൂയ. Every time you see a hearse go by, മരണശുശ്രൂഷയുടെ വണ്ടികൾ ഇങ്ങനെ a കടന്നു പോകും. funeral procession go by. ഈ മരണശുശ്രൂഷയുടെ വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോൾ Preachers of the gospel should ask themselves this question: where is the soul? ഈ സുവിശേഷം പ്രസംഗിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ ഒരു ചോദ്യം ഉണ്ടാകണം, അവൻ എവിടെയാണ് ഈ ജനം കടന്നു പോയത്, മരിച്ച് കടന്നു പോകുന്നത്? We preach heaven, but we fail to preach hell these days. ആമേൻ. നമ്മൾ സ്വർഗ്ഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുന്ന മറന്നു. And we need to get back to that place നമ്മൾ ഇതിലേക്ക് മടങ്ങി വരണം. where we're preaching Jesus. എവിടെയാണ് നമ്മൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്? We have to find lost people. നമ്മൾ നഷ്ടപ്പെട്ടവരെ കണ്ടെത്തണം. Thirdly and finally, we have to send them out. And I'm coming to a close. മൂന്നാമത്തേത് അവസാനത്തേതായി നമ്മൾ അവരെ അയക്കണം. We have to bring people in. നമ്മൾ ജനത്തെ അകത്ത് We കൊണ്ടുവരണം. have to train people out. അവരെ നമ്മൾ ട്രെയിൻ ചെയ്ത് പരിശീലിപ്പിച്ച് പുറത്തു വിടണം. But we have to send them out. നമ്മൾ അവരെ പുറത്തേക്ക് വിടേണ്ടത് ആവശ്യമാണ്. There's more that young people can do than just playing instruments. ഈ വാദ്യോപകരണങ്ങൾ വായിക്കുന്നത് മാത്രമല്ല നമ്മുടെ യൗവനക്കാർക്ക് ചെയ്യാൻ പറ്റുന്നത്. And praying for the offering. ആമേൻ. ആമേൻ. എടുത്ത ഓഫറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതൊന്നുമല്ല അവർ ചെയ്യേണ്ടത്. It's time we turn the microphone over to them. ആമേൻ. ഈ സഭയുടെ മൈക്രോഫോണിൽ അവർ കൊടുക്കേണ്ട സമയം. Train them up. അവരെ പരിശീലിപ്പിക്കേണ്ട സമയമായി. In other words, we have to release them. അവരെ പുറത്തേക്ക് വിടേണ്ട സമയമായിരിക്കുന്നു. Watch them and guide them. Hallelujah. അവരെ പറഞ്ഞു വിട്ട് അവരെ ഉപദേശിച്ച് പറഞ്ഞയക്കണം. We have to send them out. നമ്മൾ അവരെ പുറത്ത് വിട്ടേ മതിയാകും. We have to take them with us. നമ്മുടെ കൂടെ അവരെ കൊണ്ടുപോകണം. We have to be comfortable with them asking us the tough questions. അവർ നമ്മൾ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നമ്മൾ അവരെ നമുക്ക് അതിൽ സന്തോഷം ഉണ്ടാകണം. We have to listen to them. അവരെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. We have to connect them. നമ്മൾ അവരോട് ബന്ധമുള്ളവരായി Otherwise, നോക്കണം. we're going to lose this generation. അല്ലെങ്കിൽ ഈ തലമുറ നമ്മളെ നഷ്ടപ്പെട്ടു We പോകും. have to raise up preachers, pastors. നമ്മൾ പ്രസംഗിക്കുന്നവരെ ഇതിൽ നിന്ന് വാർത്തെടുക്കണം. We have to raise up our successors. നമ്മുടെ പിൻഗാമികളായി നമ്മൾ അവരെ വാർത്തെടുത്തേ മതിയാകുള്ളൂ. We have to turn it over to them. അവരിലേക്ക് ഇത് ഫലമേൽപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. In closing, let me give you a very quick story ഒരു കഥ നിങ്ങളോട് പറഞ്ഞ് പെട്ടെന്ന് നിർത്താം. of a tour group that went to London, England. ഈ ലണ്ടൻ ഇംഗ്ലണ്ടിൽ ഒരു ടൂർ ഗ്രൂപ്പ് കടന്നുപോയി. They were from Iowa. അയോവയിലാണ് അവർ പോയത്. And in that tour group was a lady that was in a wheelchair. അവർ മധ്യത്തിൽ വീൽചെയറിൽ ഇരിക്കുന്ന ഒരു സഹോദരി They ഉണ്ടായിരുന്നു. went to those beautiful edifices in London, England. അവരുടെ നല്ല സ്ഥലങ്ങൾ അവർ കണ്ടു. And this one day they visited Westminster Abbey. വെസ്റ്റ്മിൻസ്റ്റർ ആബി ഒരു ദിവസം അവർ പോയി The കാണുകയാണ്. tour guide was explaining about all the coronations and the weddings that had taken place over there. അവിടെ നടന്ന സകല കല്യാണങ്ങളും അതിന്റെ എല്ലാ കാര്യങ്ങളും ആ ടൂർ ഗൈഡ് പറഞ്ഞു കൊടുത്തു. And he was making sure that they knew everything about this beautiful ഈ നല്ല place. സ്ഥലത്തിന്റെ എല്ലാ വിവരണങ്ങളും അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. It was a long thereafter that lady, that old lady that was sick lady that was in that wheelchair. അതിനുശേഷം ഈ സഹോദരി രോഗിയായിട്ടുള്ള വീൽചെയറിൽ ഇരിക്കുന്ന ഈ സഹോദരി All of a sudden the tour guide asked, "Are there any questions?" അതായത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? And that lady, with every ounce of energy in her body, തന്റെ ശരീരത്തിലുള്ള എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് ആ സഹോദരി made herself tall in that wheelchair. തന്നെ കഴിയുന്ന രീതിയിൽ She പൊക്കിയിരുന്നുകൊണ്ട് slipped up her hand. ആ കൈയിനെ പൊക്കി പിടിച്ചു. And she says, I have a question. എനിക്കൊരു ചോദ്യമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. She said, I've seen the beauty of this place. ഈ സ്ഥലത്തിന്റെ സൗന്ദര്യം ഞാൻ കണ്ടു. The history of this place. ഇത് ചരിത്രം ഞാൻ കേട്ടു. But my question to you, ഇന്ന് രാത്രി നിന്നോടുള്ള ചോദ്യം ഇതാണ് എനിക്കില്ല. has anyone been saved here lately? ആമേൻ. ഈ ഇടയ്ക്ക് ആരെങ്കിലും ഇവിടെ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഈ That സ്ഥലത്ത്? little lady realized, amen, ആമേൻ. ഈ സഹോദരിക്കെതിരെ with ഒരു all ബോധ്യമുണ്ടായിരുന്നു. its beauty and its splendor, ഇതിന്റെ എല്ലാ ഭംഗിയും and the മഹത്വവും purpose of the church, amen, ആമേൻ. ഈ ദൈവസഭയുടെ പർപ്പസ് is to see souls come to Christ. ക്രിസ്തു
കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ വിളി ലഭിച്ച അനേകം May we വിളിപ്പുണ്ട്. continue to be faithful to our call. ആമേൻ. നമ്മുടെ വിളിയിൽ നമ്മൾ വിശ്വസ്തരായിരിക്കട്ടെ. To go, പോകാം, train them up, അവരെ and പരിശീലിപ്പിക്കുവാൻ, send them out. അവരെ പുറത്തേക്ക് അയക്കുവാൻ. Let's stand നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ in നിൽക്കാം. His presence. this evening. ദൈവസന്നിധിയിൽ നിൽക്കാം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Praise the Lord. Hallelujah. Lord, we thank you for touching our hearts again this evening. ഇന്ന് രാത്രിയിൽ വീണ്ടും ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തൊട്ടതിന് നന്ദി. For speaking to us this ഇന്ന് evening. രാത്രി ഞങ്ങളോട് സംസാരിച്ചതിന് അങ്ങേക്ക് നന്ദി കർത്താവേ. God, we call upon your great name. അങ്ങയുടെ മഹത്വപരമായ നാമത്തെ ഞങ്ങൾ We humble വിളിക്കുന്നു. ourselves before you today. ഞങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ വരികയാണ്. And we ask, dear Lord, കർത്താവേ, ഞങ്ങളോട് ചോദിക്കുന്നു, that as I examine my own heart എന്റെ ഹൃദയത്തെ ഞാൻ പരിശോധിച്ചുകൊണ്ട് and my motives, oh Father, എന്റെ ജീവിതത്തെ ഞാൻ പരിശോധിക്കുമ്പോൾ and my plans, dear God, എന്റെ പദ്ധതികളെ കുറിച്ച് that it will align according to your will, ഇതെല്ലാം അങ്ങയുടെ വിളിയോട് according to ചേർന്ന് your purposes, oh Father. അങ്ങയുടെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെടട്ടെ. And Lord, I pray this day ഇന്ന് രാത്രി ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. that even if I have to suffer for you, Lord, ആമേൻ. അങ്ങേക്ക് വേണ്ടി ഉപദ്രവം അനുഭവിക്കേണ്ടി വന്നാൽ let യേശുവേ, me be willing to pay that price. ആ പാപം വില കൊടുക്കുവാൻ എനിക്ക് കൃപ തരണമേ. Lord, help me today. ഇന്ന് രാത്രി എന്നെ Even സഹായിക്കണം. if I have to lose sleep, oh God. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടാലും കർത്താവേ, God, if you're calling me to a fast today, oh Father, കർത്താവേ, ഉപവസിക്കാനുള്ള വിളി എനിക്കുണ്ടെങ്കിൽ whatever it is, dear Lord, എന്താണെങ്കിലും കർത്താവേ, help me tonight. എന്നെ സഹായിക്കണമേ. That I will focus on souls. ആമേൻ. ഞാൻ ആത്മാക്കളെ My നേടുവാൻ ministry, oh God, എന്റെ ശുശ്രൂഷ കർത്താവേ, would never neglect the responsibility എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഞാൻ ചടഞ്ഞു കൊടുക്കുകയില്ല. after souls today. ആത്മാക്കളെ നേടുവാൻ എന്ന വിളിയെ ഞാൻ കർത്താവേ മാറ്റിവെക്കുകയില്ല. I pray, dear Lord, that you will bless every ministry ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെ കർത്താവേ that is a part of this അനുഗ്രഹിക്കണമേ. fellowship. ഈ ശുശ്രൂഷയെ And അനുഗ്രഹിക്കണമേ. as they work together, oh God, ഞങ്ങൾ ഒരുമിച്ച് അതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, and as they lead together, oh Father, ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ, I pray that you will bless their efforts. കർത്താവിന്റെ And പരിശ്രമങ്ങളെല്ലാം you will അനുഗ്രഹിക്കണമേ. bless their labor, oh God. അവരുടെ പ്രയത്നങ്ങളെല്ലാം For the അനുഗ്രഹിക്കണമേ. harvest is truly plentiful, കർത്താവേ, വലിയ വിളവുണ്ട്. but the laborers are few. എന്നാൽ കൊയ്ത്തുകാരോ So കുറവ്. God, I pray